അഭിപ്രായത്തിൽ മൈത്രേയൻ പറയുന്ന പുതിയ കാര്യങ്ങളല്ല. 50 വർഷം മുമ്പ് ലോകം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അവിടെ നിന്നൊക്കെ ലോകം കുറേ മുമ്പോട്ട് പോകും, പിന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി പിരിച്ചുവിടണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്ക് അങ്ങനെ അത്ര യോജിപ്പില്ല. ഫാമിലി പിരിച്ചുവിടുക എന്നുള്ളതല്ലല്ലോ. മൈത്രേയൻ പറയുന്ന കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് പ്രധാനം. മൈത്രേയൻ പറയുന്ന മൈത്രേയൻ അഭിപ്രായങ്ങളിലേക്ക് നിങ്ങൾ എത്താൻ നിങ്ങൾ ഇനിയും ഒരു 50 വർഷം സഞ്ചരിക്കണം എന്നാണ് പൊതുവെ ഇൻസ്റ്റഗ്രാം കമന്റ്സിലുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ മൈത്രേയൻ പറയുന്ന പുതിയ കാര്യങ്ങളല്ല. 50 വർഷം മുമ്പ് ലോകം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അവിടെ നിന്നൊക്കെ ലോകം കുറേ മുമ്പോട്ട് പോകും, പിന്നെ തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഫാമിലിയെ വേണ്ട എന്നുള്ള സങ്കല്പമൊക്കെ 50 കൊല്ലം മുമ്പുള്ളതാണ്. ഹിപ്പി കൾച്ചർ കഴിഞ്ഞിട്ട് 50 വർഷമായി. ഫാമിലി വേണ്ടാത്തതാണെന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് ഒരു നിലയ്ക്ക് യോജിപ്പില്ല. ഫാമിലി നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ച വിഷയങ്ങളൊന്നാണ്. ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് എല്ലാ കാര്യത്തിലും. അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും അത് വേണ്ടാത്തവരും ഉണ്ടാവും കേട്ടോ. ഫാമിലിയെ പൂർണ്ണമായിട്ട് ഉടച്ച് കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. എൻ്റെ അനുഭവം അതാണ്. ഞാൻ മൈത്രേയന് കൂടുതൽ ട്രാക്ഷൻ കിട്ടാനുള്ള കാര്യം മൈത്രേയൻ സംസാരിക്കുന്ന ഇന്ത്യൻ സൊസൈറ്റി അതുകൊണ്ടാണ്. ഇപ്പോൾ യൂറോപ്പിലെ വെസ്റ്റേൺ സൊസൈറ്റിയിൽ അവരതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പിന്നെ തിരിച്ചു വന്നു തുടങ്ങി. ഇന്ത്യയിൽ ഇതൊക്കെ എന്തോ ഒരു പുതിയ കാര്യമാണ്. അതായത് ഇന്ത്യൻ ലൈഫ് ഒരു ഗോത്രീയ ലൈഫുമാണ്. അപ്പോൾ ആ ഗോത്രീയതയിൽ നമ്മൾ പുറത്ത് കിടന്നാണ് മൈത്രേയൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കുറേയധികം ഫ്യൂഡൽ കൺസെപ്റ്റൊക്കെ നമുക്കുണ്ട്. പക്ഷേ മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ എന്തോ ഒരു പുതിയ കാര്യമാണ്. അത് ലോകത്താരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്.